ഓ എനിക്കെന്തിനാ ഇത് ഒരു പ്രയോജനമില്ലാത്ത ടിക്കറ്റ്. രാജീവേ, നീ പള്ളിക്കുടത്തിൽ പോയില്ലേ? പഠിക്കാൻ പോകണ്ടായോ? നീ എപ്പോഴും ഇങ്ങനെ കളിച്ചോണ്ട് നടന്നാ മതിയോ? നിനക്കൊക്കെ ജോലി ഇട്ടിട്ട് വേണം എൻ്റെ നടുവൊന്ന് നീക്കാൻ. ദാണ്ടേ ചീനി കൊണ്ടുവന്നിട്ടുണ്ട്. ചീനി ഇപ്പൊ പുഴുങ്ങി മുളകിയമ്പന്തി ഉടച്ച് നിനക്ക് തരാം. അല്ലടാ, നിനക്കിപ്പം ബിരിയാണി തരാൻ ഞാൻ കിട്ടുകണക്കിന് നോട്ടടിച്ച് വെച്ചേക്കില്ലേ. ഓ അതെങ്ങനാ? നിന്റെ തല കണ്ടപ്പോഴേ നിന്റെ അമ്മ പോയി. നിന്റെ അച്ഛനും തെങ്ങേന്ന് വീണ് മരിച്ചു. എനിക്ക് നിന്നെ ഇട്ടിട്ട് എവിടെയെങ്കിലും പോകാൻ പറ്റുമോ? ഇതെല്ലാം എൻ്റെ തലവിധി. രാരീരം രാരോ രാരാരിരോ രാരീരം രാരോ രാരാരിരോ രാരീരം രാരോ രാരാരിരോ രാരീരം രാരോ രാരാരിരോ. ചേച്ചി ഈ പ്രാവശ്യം ശ്രീശക്തി ലോട്ടറി ഫലം വന്നു. ചേച്ചി എടുത്ത ടിക്കറ്റിനാണോ എന്ന് സംശയം. ടിക്കറ്റ് എവിടെ? ഒന്ന് പോണ എനിക്കായിരിക്കത്തില്ല, വേറെ ആർക്കെങ്കിലും ആയിരിക്കും. അയ്യോ അങ്ങനല്ല ചേച്ചി, ആ ടിക്കറ്റ് എടുത്ത് നോക്ക്. ഈ പ്രാവശ്യത്തെ 1 കോടി രൂപ അടിച്ചിരിക്കുന്നത്. ചേച്ചിക്കാണെന്നാ തോന്നുന്നു. നോക്ക്. ഇതിപ്പം ഞാനിപ്പോൾ ഇച്ചിരി ജോലിയില്ല, പിന്നെ നോക്കാം. എന്നാ ഞാനൊരു പേപ്പറിൽ എഴുതി കൊണ്ടുവന്നിട്ടുണ്ട്, അത് വെച്ച് ഒത്തു നോക്കണം കേട്ടോ. എന്നിട്ട് എന്നെ വിളിച്ച് പറയണേ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിക്കാൻ എൻ്റെ നമ്പർ പുറകെ എഴുതിയിട്ടുണ്ട് കേട്ടോ. ഈ സുഗമ ചേച്ചിയുടെ ഒരു കാര്യം സൂക്ഷിക്കാറുണ്ട്. 1 കോടി അടിച്ചെന്ന് പറഞ്ഞിട്ടും ഒരു പാവ വ്യത്യാസം ഇല്ലാത്തൊരു തള്ള. അയ്യോ എൻ്റെ കഞ്ഞിയിലും പാറ്റയിലും തോന്നുന്നു. ടിക്കറ്റ് എവിടെ കൊണ്ട് പറഞ്ഞു? കഷ്ടം. മോനെ വാ, ഇങ്ങോട്ടൊന്ന് വന്നേ. ഇതകത്ത് കൊണ്ടുപോയിക്ക്. എന്ത് പറ്റി അമ്മ? അയ്യോ, ആ ടിക്കറ്റ് ഇവിടെ വെച്ച്. ഇനി ആണോ അടിച്ചത്? മോനെ, ആ ടിക്കറ്റ് കണ്ടോ? ഞാനൊന്നും കണ്ടില്ല. ഇനി ആണോ അടിച്ചേ? അയ്യോ, ആ ടിക്കറ്റ് എവിടെയാണെന്ന് അറിയില്ലല്ലോ. ഇവിടെയാണ്. ഇനി താടാ ഈ പ്രസംഗി, എന്റെ ഒരു റോക്കറ്റ്. ഇനി താടാ മോനെ ഐസ്ക്രീം മേടിച്ചു തരാം. കൊണ്ടുവച്ച ആ പേപ്പർ ഇങ്ങനെ എടുത്തോണ്ട് വാ. ആ നമ്പരൊന്ന് വായിച്ചേ മോനെ. SW394 ഇതുവരെ ശരിയാണോ മാമേ? ആ ശരിയാ മോനെ. 705. അയ്യോ, സ്കൂളിന്റെ ഒരു ടിക്കറ്റ്. എന്താടാ അടിച്ച മാമേ? ഞാൻ ലാസ്റ്റ് നമ്പർ തെറ്റിച്ചറിഞ്ഞു പറഞ്ഞേക്കാം. അയ്യോ എന്റെ ഗുരുവായൂരപ്പാ, കൃഷ്ണ ഭഗവാനെ നാരായണ. ഞാന് സുണനെ ഒന്ന് വിളിക്കട്ടെ. ചേച്ചി കോടീശ്വരി ആയല്ലോ, ഒരുപാട് സന്തോഷം. പിന്നെ ചേച്ചി പറഞ്ഞ വാക്ക് മാറ്റരുത്, പകുതി എനിക്കാണേ. സുധർമ്മയ്ക്ക് ഒരു വാക്കേ ഉള്ളൂ.
പറയുന്ന വാക്ക് പാലിക്കും. ഒരുപാട് സന്തോഷം ചേച്ചി. എന്തായാലും ഞാൻ ഈ പൈസ തിരിച്ചു തരും. ഇപ്പം ഞാൻ ഒരു കടയൊക്കെ തുടങ്ങാത്തേ ഉള്ളൂ. ഈ പൈസ എനിക്ക് വേണ്ട. ഇത് ചേച്ചിയുടെ ഈ നല്ല മനസ്സിന് ഒരുപാട് നന്ദിയാണ്. ഞാൻ പാസ്ബുക്ക് എടുക്കുന്നു. ആ ശരി ചേച്ചി. ഓ ഈശ്വര. ചേച്ചി പാസ്ബുക്ക് എടുത്തോ? പിന്നെ നമുക്ക് ബാങ്കിൽ പോവാം. ആരാ നിന്റെ അപ്പച്ചി? മാറടി അസത്തെ. അങ്ങനെ പറയരുത്. ബാങ്കിൽ പോയി പൈസയൊക്കെ കൈകൊണ്ട് തുടങ്ങുന്ന അപകടമാ. ബാങ്കിൽ ഇടുന്നതാണ് ബുദ്ധി അല്ലേ? അതാണ് അത് മതി. ബാ നമുക്ക് ഒരുമിച്ച്. ഇങ്ങനെ സുധർമ്മ ചേച്ചി കോടീശ്വരിയായി. നമ്മൾ രക്ഷപ്പെട്ടു.